സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവൻ്റെ മുമ്പിലേക്ക് പ്രിയങ്ക അഭിനയിച്ച സിനിമയുടെ മാഗസിനും പത്രത്തിലുള്ള ആ വാർത്തയൊക്കെ ആയിട്ട് മുത്തശ്ശി എത്തുവാണ്. ദേവൻ അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുവാണ്. ദേവൻ്റെ വിഷമം എന്താണെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അന്നേരം പ്രിയങ്കയുടെ വരാത്തതും അതുപോലെ രാധികമോളുടെ പിറന്നാൾ ആഘോഷിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിലിരിക്കുവാണ് കേട്ടോ ദേവൻ. അന്നേരം മുത്തശ്ശി പറഞ്ഞേ, നിൻ്റെ മനോവിഷമം മാറ്റാനൊക്കെ ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇതൊക്കെ ഒന്നെടുത്ത് നോക്കിക്കേ. അങ്ങനെ ദേവനെ കൊണ്ട് ആ മാഗസിനൊക്കെ തുറന്നു നോക്കിക്കുവാണ്. ഈ സമയം മാഗസിനിൽ വന്ന പ്രിയങ്കയുടെ വാർത്ത കണ്ട് ദേവനാകെ വിശ്വസിക്കാനാവാതെ ഞെട്ടലോടുകൂടി നിൽക്കുക. അമ്മേ, ഇത് പ്രിയങ്ക മോള് സിനിമയിൽ അഭിനയിക്കുവാണെന്നോ? അതിനെക്കുറിച്ചുള്ള വാർത്തയല്ലേ ഇത്? അത് ശരി, അപ്പോൾ അവൾ എൻ്റെ വാക്ക് ധിക്കരിച്ച് എന്നെ അറിയിക്കാതെ സിനിമയിൽ അഭിനയിക്കാൻ പോയല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേവനാണെങ്കിൽ ആകെ കാലുകളിൽ നിൽക്കുവാണ്. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ പ്രിയങ്കയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചതും നിന്നറിയിപ്പിക്കാതെ രഹസ്യമായിട്ട് പ്രിയങ്കയെ സിനിമാ സെറ്റിൽ കൊണ്ടു എത്തിച്ചതും ഒക്കെ നിൻ്റെ പുന്നാര രാധികമോള് തന്നെയാണെന്ന് പറയുവാണ് കേട്ടോ. അത് കേൾക്കുന്നതും ദേവൻ അങ്ങ് വിശ്വസിക്കുന്നില്ല. ഈ സമയം മുത്തശ്ശി പറഞ്ഞേ, നിൻ്റെ പുന്നാര മോളെ തന്നെ വിളിക്ക്, അവളോട് തന്നെ വിളിച്ച് ചോദിക്ക് അവൾക്കിത് അറിയില്ലായിരുന്നു എന്ന്. അങ്ങനെ ദേവൻ രാധികയെ ചോദ്യം ചെയ്യുവാണ്. ഈ സമയം രാധികയും എല്ലാ സത്യങ്ങളും സമ്മതിക്കേണ്ടി വരുവാണ് കേട്ടോ. താൻ ജീവനേക്കാളേറെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത രാധികമോള് തന്നെ ചതിക്കുകയാണെന്നറിഞ്ഞപ്പോൾ ദേവനാകെ തകർന്നു പോകുവാണ്. അച്ഛൻ്റെ അവസ്ഥ കാണുമ്പോൾ രാധികയും വല്ലാതെ തകർന്നു പോകുവാണ് കേട്ടോ. ദേവൻ്റെ വാക്കുകൾ രാധിക വല്ലാതെ വേദനിപ്പിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് രാധികയുടെ കാര്യമൊന്നും അറിയാതെ ടെൻഷനോട് കൂടി ഇരിക്കുവാണല്ലോ ശ്യാമ. അങ്ങനെ ശ്യാമ വീണ്ടും അമൃതയോട് രാധികയുടെ ഫോണിലേക്കൊന്ന് വിളിക്കാൻ പറയുവാണ്. അങ്ങനെ രാധികയുടെ ഫോണിലേക്ക് വീണ്ടും വിളിക്കുവാണ് കേട്ടോ അമൃത. ഈ സമയം ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. എന്നാൽ ഫോൺ എടുക്കുന്നത് മുത്തശ്ശിയായിരിക്കും. അങ്ങനെ സുകുമാരിയമ്മ കോൾ അറ്റൻഡ് ചെയ്തിട്ട് സംസാരിക്കുവാണ്. അതേക്കുന്നതും അമൃത ചോദിക്കുക, രാധിക മോളില്ലേ, മോൾക്കൊന്ന് ഫോൺ കൊടുക്കാവോ? അന്നേരം മുത്തശ്ശി പറയണേ, പാതിരാത്രി വിളിച്ച് എണീപ്പിക്കാനും ഫോൺ കൊടുക്കാനും ഒന്നും എനിക്ക് പറ്റില്ല. ഈ സമയം ശ്യാമ അമൃതയോട് എന്താണെന്ന് ചോദിക്കുക. എന്നിട്ട് അമൃതയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി സംസാരിക്കുവാണ്. അന്നേരം സുകുമാരിയമ്മയുടെ സംസാരമൊക്കെ കേട്ടിട്ട് ശ്യാമ ചോദിക്കുന്നുണ്ട്, ഇത് കണിമംഗലത്തെ മുത്തശ്ശിയാണോ? അന്നേരം മുത്തശ്ശി പറയണേ, ഞാൻ ആറ്റുവാശ്ശേരിയിലെയാ, പേരറിയണമെന്നുണ്ടെങ്കിലേ സുകുമാരിയമ്മ, ഇനി വേറെന്തെങ്കിലും അറിയാനുണ്ടോ? പാതിരാത്രി മനുഷ്യൻ്റെ ഉറക്കം കളയാനായിട്ട് ഓരോന്ന് വിളിച്ചോളും എന്നും പറഞ്ഞ് കോള് കട്ടാക്കുവാണ്. ഈ സമയം ശ്യാമക്കാണെങ്കിൽ കൂടുതൽ ടെൻഷനാകുക. എന്തായിട്ടെത്തി, മോളെ വിളിച്ചിട്ട് മോൾക്ക് പകരം അവരാണല്ലോ ഫോൺ എടുത്തത്. അവർ പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്ക് സമാധാനം കിട്ടുന്നില്ലല്ലോ. ഭഗവാനെ കൃഷ്ണ, നീ തന്നെ എൻ്റെ മോൾക്ക് തുണയാവണേ എന്നും പറഞ്ഞ് ശ്യാമ കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ അമ്പലനടയിൽ ബോധമില്ലാതെ തളർന്നു കിടക്കുന്ന രാധികനെയാണ്. അച്ഛൻ്റെ അവഗണനയും ദേഷ്യമൊന്നും സഹിക്കാനാവാതെ രാധിക വീട് വിട്ടിറങ്ങിയിരിക്കുവാണ് കേട്ടോ. അങ്ങനെ ഭഗവാന് മുന്നിൽ ബോധമില്ലാതെ കിടക്കുന്ന രാധികേനാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്